ഫെബ്രുവരി 26 പലേർമോയിലെ പ്രതിവിധിയുടെ മാതാവ്. 1064 നോർമൻ സഹോദരന്മാരായ റോബർട്ട് ഗിസ്കാർഡും റോജർ ഒന്നാമനും അറബ് ഭരണത്തിന് കീഴിലായിരുന്ന ഇറ്റലിയിലെ പലേർമോയെ ഉപരോധിച്ചു. എന്നാൽ അവരുടെ ഇടയിൽ ഒരുതരം പ്ലേഗ് പടർന്നു പിടിച്ചു. ഈ അവസരത്തിൽ റോജർ ഒന്നാമന് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രത്യേകമായ വിധത്തിൽ അവിടെ തീയിടാൻ പറഞ്ഞു. അങ്ങനെ ആ പ്ലേഗ് ശമിച്ചു. 1072 അവർ പലേർമോ പിടിച്ചെടുത്തപ്പോൾ അവർക്ക് പ്രതിവിധി പറഞ്ഞുകൊടുത്ത മാതാവിനെ പ്രതിവിധിയുടെ മാതാവ് എന്ന് വിളിച്ചുകൊണ്ട് മാതാവിന്റെ നാമധേയത്തിൽ അവിടെ ഒരു ദൈവാലയം പണിതു. 1610 അവിടെ ഒരു കർമ്മലീത്ത ആശ്രമവും സ്ഥാപിക്കപ്പെട്ടു. ഇറ്റലിയുടെ ഏകീകരണ സമയത്ത് ദൈവാലയങ്ങളും ആശ്രമങ്ങളും അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഈ ദൈവാലയവും ആശ്രമവും അടച്ചുപൂട്ടേണ്ടതായി വന്നു. അതിനുശേഷം 1948 ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. 1949 ഒക്ടോബർ 15 പുതിയ പള്ളി ആശീർവദിക്കപ്പെട്ടു. കർദിനാൾ ഏണസ്റ്റോ റൂഫിനി മെത്രാന്റെ വസതിയുടെ ഉദ്യാനത്തിലുണ്ടായിരുന്ന മാതാവിന്റെ രൂപം അവിടെ സ്ഥാപിക്കാൻ നൽകി. 1951 ജൂലൈ 16 ആ തിരുസ്വരൂപത്തിൽ കാനോനികമായ കിരീടധാരണം നടത്തി.